പുറകിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് കയറി അങ്ങ് കെട്ടിപ്പിടിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയും ഉടനെ നമ്മുടെ ലിപ്സിലോട്ട് കിസ്സുകയും ചെയ്തു ജയസൂര്യ. എനിക്ക് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2013 നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് പീഡനങ്ങളുടെ കഥയാണ് 2024 ഒരു ഘോഷയാത്ര പോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഒന്നിനെ പുറകെ ഒന്നായിക്കൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രി നാണം കെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുതിയ പുതിയ ആൾക്കാരുടെ പേരാട്ടോ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇരയായിക്കോട്ടെ വേട്ടക്കാരനായിക്കോട്ടെ. അപ്പൊ ഇന്നത്തെ പുതിയ പേരായിട്ടുള്ള ഇര നമ്മുടെ മിനു കുര്യൻ. ആൾക്ക് 2013 നേരിട്ടിട്ടുള്ള ഒരു പീഡനത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രമുഖ നടന്മാർക്കെതിരെയാണ് ഇപ്പോൾ പീഡന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നടി മിനു കുര്യനാണ് രംഗത്തെത്തിയത്. മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർക്കെതിരെയാണ് ആരോപണം. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, വിച്ചു എന്നിവർക്കെതിരെയും ആരോപണമുണ്ട്. 2013 ശാരീരികമായും മാനസികവുമായുള്ള പീഡനങ്ങൾ നേരിട്ടതെന്നും തുടർന്ന് കേരളം വിട്ട് ചെന്നൈയിലേക്ക് പോകേണ്ടി വന്നെന്നും മിനു കുര്യൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. വേട്ടക്കാരുടെ പേര് ഇവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുള്ളതാട്ടോ ഇതില് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളൂ എന്ന് അവർ പറഞ്ഞു. ആരാണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത് മുകേഷാണ് ആ ഒരു പരാമർശം നടത്തിയത്. മുകേഷിനെ കുറിച്ചിട്ടുള്ള കഥകള് ഓരോ ദിവസം ചെല്ലും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് സഹകരിച്ചു കൊടുക്കണം. അതാണ് കേട്ടോ ആള് വ്യക്തമാക്കുന്നത്. അല്ലാതെ ഓടിപ്പോയി കഴിഞ്ഞിട്ടൊന്നും ഇതിൽ മെമ്പർഷിപ്പ് തരില്ല. അതിനൊക്കെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ചെന്ന പാടന്നെ തരാനൊന്നും പറ്റില്ല. നമ്മൾ കുറച്ച് പേർക്കൊന്ന് സഹകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് തരും. അതാണ് ചേട്ടൻ പറയുന്നത്. അതിപ്പോൾ ഹേമ കമ്മിറ്റി ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ 2012 തന്നെ ഇത് പ്രതികരിച്ചതാണ്. അപ്പോൾ കലാകൗമുദിയിൽ നിന്നും അവർ വന്നിരുന്നു, ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഒരു ആർട്ടിക്കിൾ വരികയും ചെയ്തതാണ്. അഡ്ജസ്റ്റ്മെൻറ്റിനോട് പൊരുത്തപ്പെടാതെ മിനു കുര്യൻ മലയാള ഫിലിം ഇൻഡസ്ട്രി വിടുന്നുള്ള ഒരു വന്നതാണ്. ആരും അതിനെപ്പറ്റി ഒന്നും അനങ്ങിയിട്ടില്ല അന്നൊന്നും. അപ്പം ഞാൻ പിന്നെ ഈ ഒരു വിഷമം കണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇവിടെ ചെന്നൈയിലോട്ട് പോയായിരുന്നു. ഒരു മലയാളിയായി ജനിച്ച് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇവർക്ക് ചാൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിനു പുറമെ ഇവർ അനുഭവിക്കുന്നതെല്ലാം വളരെ മോശപ്പെട്ട രീതിക്കുള്ളതാണ്. അതുകൊണ്ട് ഇവർക്ക് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവര് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും കേരളത്തിൽ നിന്നും ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവർ ചെന്നൈയിലേക്ക്. ഈ രേവതി സമ്പത്ത് സമാനമായ ഒരു കാര്യമാണ് പറഞ്ഞത്. നേരത്തെ ഇത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിരുന്നു, പക്ഷെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിനൊക്കെ ഇരയാവേണ്ടി വന്നു. അതുകൊണ്ട് അത് അങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയി. പക്ഷെ ഇപ്പോൾ വീണ്ടും അതേ ഒരു മാനസികാവസ്ഥയാണ് താങ്കൾക്ക്. ഞാനും ഇപ്പോഴാണ് ഇപ്പോൾ ആ കൊച്ചിനെ കൊണ്ട് അറിയുന്നത്. തീർച്ചയായിട്ടും ആ കുട്ടി കരഞ്ഞ് പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ മോള് കരഞ്ഞ് സംസാരിക്കുന്ന പോലെ. കാരണം ഒരുപാട് നല്ല ടാലൻസ് ഉള്ള കുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവർക്കൊന്നും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല. കാരണം എന്താ അവർ കയറി വരാൻ പറ്റാത്തത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഐ ആം ആൾസോ എക്സ്പീരിയൻസ്ഡ്. എനിക്കും ഒരു ബിറ്റർ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ശരിക്കും വാച്ച് ചെയ്യുന്നത് എവിടത്തോളം പോകാം, എത്രത്തോളം എല്ലാവരും വരട്ടെ, ആർക്കൊക്കെ ദുരനുഭവങ്ങളുണ്ടായി എന്ന് കാണാം. ഞാൻ വാച്ച് ചെയ്യായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു പെട്ടെന്നൊരു ദേഷ്യമായിട്ട് എനിക്ക് ഉണ്ടാകാൻ കാരണം തന്നെ മുകേഷ് ഇങ്ങനെ മീഡിയയിൽ പറയുന്നത് കേട്ടു. അത് ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഫ്രം പൊളിറ്റീഷ്യൻസ് ഉണ്ട്, എതിർ പാർട്ടിയുടെ. അന്നേരം എനിക്ക് തോന്നി ഇങ്ങനെയല്ല ഇത്രയെല്ലാം ചേർത്ത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി. അപ്പം പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും പൊതുജനം അറിഞ്ഞേ പറ്റുള്ളൂ. ഇപ്പോൾ ഇവര് പ്രൊവോക്ക് ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം മുകേഷ് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. എല്ലാം കെട്ടിച്ചമച്ചിട്ടുള്ള കഥകളാണ് രാഷ്ട്രീയത്തിന്റെ എതിർ പാർട്ടികൾ എന്നുള്ള രീതിക്ക്. അത് കേട്ടപ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം എനിക്കുണ്ടായിട്ടുള്ള അനുഭവം എനിക്ക് പറയണം. എല്ലാം കെട്ടിച്ചമച്ചത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ അതിനുശേഷമാണ് ഇവര് രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. പലരും എനിക്ക് പല സന്ദർഭങ്ങളിലാണ് എനിക്ക് ഈ പ്രശ്നം ഉണ്ടായത്. ഒറ്റയടിക്കല്ല. അപ്പം കൂടുതൽ ലൊക്കേഷൻ വെച്ച് തന്നെയാണ്. അല്ലാണ്ട് ഒന്നും നമ്മൾ കാണാനുള്ള ഇട വരുന്നില്ല. അപ്പോൾ ലൊക്കേഷനിൽ വെച്ച് തന്നെ. എന്നിട്ട് പറഞ്ഞു, ഞാൻ പിന്നെ ഇന്നസെന്റ് ചേട്ടനെ ഞാൻ കണ്ടായിരുന്നു, ഫോൺ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, മിനു ഒരു കാര്യം ചെയ്യും, ഇന്ന വ്യക്തിയെ പോയി കണ്ടിട്ട് അമ്മയിൽ ചേരാൻ പറഞ്ഞു. അമ്മയിൽ ചേരണമെങ്കിൽ 3 സിനിമ കഴിഞ്ഞാൽ അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാം. ഞാൻ 6 സിനിമയോളം കഴിഞ്ഞായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ പുള്ളിക്കാരൻ വിളിച്ചു, മുകേഷ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയാം, ഞാൻ അറിയാതെ അങ്ങോട്ടങ്ങ് നുഴഞ്ഞ് അമ്മയിൽ കയറാമെന്ന് വിചാരിച്ചു. വിചാരിച്ചല്ലേ, ഞാൻ അറിയാതെ ഒരു സംഭവവും മലയാള സിനിമയിൽ നടക്കില്ല, അത് ആദ്യം നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വേറെ കമ്മിറ്റിയിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, മിനുവിനെ ഈ കമ്മിറ്റി മെമ്പേഴ്സ് ആർക്കും അറിയില്ല.
അപ്പോൾ ഞാൻ ആരൊക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സ്? അപ്പോൾ പറഞ്ഞു ഇടവേള ബാബു, ഇവർക്കാണ് കമ്മിറ്റി മെമ്പേഴ്സ്, ജയസൂര്യ, മണിയമ്പിള്ള രാജു, മുകേഷ് ഏട്ടൻ. അപ്പോൾ പിന്നെ ഇവർ ഓൾറെഡി എന്നെ അറിയുമെന്ന് പറയത്തില്ലല്ലോ. ഫിലിമിന്റെ ലൊക്കേഷന് ഇവര് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെ കുറെ കാര്യങ്ങൾക്കും കൂടെ ആണെന്നുള്ളത് ഇപ്പൊ നമുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമ ഫീൽഡ് എന്ന് പറയുന്നത് മോശപ്പെട്ട ഒരു മേഖലയാണ് എന്നുള്ളത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമുക്കിടയിൽ ഒരു സംസാര വിഷയമായിരുന്നു. പിന്നീട് ഒരുപാട് നടന്മാര് അതെല്ലാം ഇല്ല എന്നുള്ള രീതിക്ക് വളരെ നല്ല രീതിക്ക് തന്നെയാണ് മുന്നോട്ട് വന്നിരുന്നത്. ഇപ്പോഴിതാ ആ ഒരു പണ്ട് പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യമാണ് എന്നുള്ളതിന്റെ തെളിവുമായിട്ടാണ് ഇപ്പൊ എല്ലാവരും എത്തിയിട്ടുള്ളത്. ഡാത്തടി എന്ന സിനിമയിൽ മണിയമ്പിള്ള രാജേട്ടൻ്റെ ഹോട്ടൽ വൈറ്റ് ഫോർട്ടിലായിരുന്നു പുള്ളിക്കാരൻ്റെ ഹോട്ടൽ. എനിക്ക് ഫോർട്ട് കൊച്ചിയിലായിരുന്നു. പുള്ളിക്കാരൻ ഞാൻ അവിടെയാണെന്ന് അറിഞ്ഞിട്ട് പുള്ളി അങ്ങോട്ടും ചോദിച്ചു വാങ്ങിച്ചു ഡെലിബറേറ്റ്ലി. ഹീ ടുക്ക് റൂം ദർ. അത് എന്നോട് പറഞ്ഞു, ഞാനിന്ന് റൂമിൽ വരും കേട്ടോ. മീ അങ്ങനെ പറഞ്ഞു പറ്റത്തില്ല, ഞാൻ ഇന്ന് റൂമിൽ വരും. ഞാൻ പറഞ്ഞു വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ ഇനി വരുമോ ഇല്ലയോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞാൻ ആ കിടന്നു തുടങ്ങി. അപ്പോൾ ഒന്ന് കഥ വന്ന് മുട്ടി, ഞാൻ തുറന്നില്ല, അവിടെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാൻഡ് ഫോണിൽ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ലാൻഡ് ഫോണിൻ്റെ വയറില്ലേ അതും ഞാൻ ഊരി കളഞ്ഞു. ഞാൻ അവിടെ കിടന്നു, നല്ല ടയേർഡായിരുന്നു, ചെന്നൈയിൽ നിന്നാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ആ ദേഷ്യം എന്നോട് ഈ പറഞ്ഞ ഗായത്രിയുടെ ഒക്കെ മുമ്പ് വെച്ചോണ്ട് ആ ദേഷ്യം തീർത്തു. എന്തൊക്കെയോ അത് ശരിയാകത്തില്ല, ഇങ്ങോട്ട് മാറിയിരിക്കും, അങ്ങോട്ട് ചുമ്മാ അൺനെസസറിലി. കാശിബാബുവിൻ്റെ സിനിമയായിരുന്നു. അപ്പം എന്നോട് ഗായത്രി ചോദിച്ചു, എന്ത് പറ്റി, എന്താ രാജേട്ടന് ഭയങ്കര ദേഷ്യമാണല്ലോ മിനുവിനോട്. അപ്പോൾ ഞാൻ ഗായത്രി എടുത്ത് ഷെയർ ചെയ്തു, ഇതായിരുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു മെൻ്റൽ ടോർച്ചർ ഉണ്ടായിട്ട് ഓരോരുത്തരുടെയും മുഖമൂടികൾ ഇതേ വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ മണിയമ്പിള്ള രാജു ഡാത്തടിയ എന്നുള്ള ഫിലിമിന്റെ ലൊക്കേഷനിൽ ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് ഇവരോട് രാത്രിയിൽ റൂമിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഇവരത് സമ്മതിച്ചില്ല. ലാൻഡ് ഫോണും എല്ലാം കട്ട് ചെയ്ത് വെച്ച് ഇവർ സുഖമായി കിടന്നുറങ്ങി. പിറ്റത്തെ ദിവസം രാവിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇന്നലെ വരാൻ പറ്റാത്തതിന്റെ ആ ഒരു ചുരുക്കം അങ്ങോട്ട് തീർത്തു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആൾക്കാരുടെ ഇടയെ വെച്ചിട്ട് ഇവരെ ചീത്ത പറയുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് 2008 ഞാൻ ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ ബാലേന്ദ്രമേനോന്റെ സിനിമയിലോട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഷൂട്ടിംഗ് തന്നെ സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു. സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് കയറി അങ്ങ് കെട്ടിപ്പിടിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയും ഉടനെ നമ്മുടെ ലിപ്സിലോട്ട് കിസ്സുകയും ചെയ്തു ജയസൂര്യ. എനിക്കത് ഭയങ്കര ഷോക്കായി. പെട്ടെന്ന് തള്ളി മാറ്റിയിട്ട് ഞാൻ ഓടിപ്പോയത്. താഴെ പോയിരുന്നു. അപ്പം താഴെ എല്ലാവരും ഗ്രൗണ്ടിൽ ജഗതി ചേട്ടനും എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു. ജഗതി ചേട്ടൻ വളരെ കംഫർട്ടഡ് ആളായിരുന്നു, വളരെ ഡീസൻ്റ് ആയിരുന്നു, വെരി ജെന്യൂൻ ആൻഡ് എഡ്യൂക്കേറ്റഡ് ഹീസ് പേഴ്സൺ. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഐ ക്യാൻ ഷെയർ വിത്ത് പുള്ളിക്കാരൻ്റെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും പുള്ളിക്കാരനും പുറകെ ഓടി വന്നു, ജയസൂര്യൻ പുറകെ ഓടി വെച്ച് എന്നോട് പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിക്കും, അതിന് എസ് ഓർ നോ എന്ന് മാത്രം റിപ്ലൈ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് മിനുവിന് ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യമാണെങ്കിൽ നമുക്ക് അവിടെ കളാം. അപ്പം എസ് ഓർ നോ എന്ന് പറയാനല്ല പറഞ്ഞു. അപ്പം നോ എന്ന് പറഞ്ഞു. അത്ര വേറെ ഏതോ സിനിമയിലൊക്കെ പുള്ളിക്കാരനായിട്ട് വേണ്ടാന്ന് പറഞ്ഞു, മിനു വേണ്ട, യൂസ്ലെസ് ലേഡി, പല സിനിമ റോളുകളും പുള്ളിക്കാരനായിട്ട് ഇത് ചെയ്തു. ഇതും നമ്മുടെ ജയസൂര്യനെ കുറിച്ചാണ് കേട്ടാ. ഇന്നലെ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു ഇതേ അനുഭവം ടോയ്ലറ്റിൽ പോയി വരുന്ന സമയത്താണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിതേ ഇപ്പൊ ഇവരും പറയുന്ന ടോയ്ലറ്റിൽ പോയി വരുന്ന സമയത്താണെന്ന്. പുതുതായിട്ട് ആരെങ്കിലും വന്ന് ഈ ഒരു ഇൻഡസ്ട്രിയിൽ എത്തിക്കഴിഞ്ഞാല് ആളുടെ സെറ്റിലാണെന്നുണ്ടെങ്കിൽ മെയിൻ ഹോബിയായി മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ടോയ്ലറ്റിൽ നിന്ന് വരുന്നവരെ കെട്ടിപ്പിടിക്കുക, അറ്റാക്ക് ചെയ്യുക, ഉമ്മ കൊടുക്കുക, പിന്നെ അത് അങ്ങോട്ട് സെറ്റായി. എന്നതാടാവൂവേ ഇത്ര ആക്രാന്തം, പതുക്കൊക്കെ പോരെ. പുള്ളിക്കാരന് അങ്ങ് തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ പാർപ്പിക്കാനുള്ള ഒരിടാന്നാ തോന്നുന്നു കേട്ടാ. എന്ത് തന്നെയായാലും ഈ ഒരു ചേച്ചി ഓക്കെ അല്ല, നോ പറഞ്ഞത് കൊണ്ട് ചേച്ചിക്ക് അവിടെ പോവേണ്ടി വന്നിട്ടില്ല. ചൂണ്ടയെറിഞ്ഞ് ചെറിയ ചെറിയ മീനുകളെല്ലാം കൊത്തി തുടങ്ങി. വമ്പൻ സ്രാവുകൾ കൊത്തുമോ എന്നുള്ളത് നമുക്കറിയില്ല. എന്ത് തന്നെയായാലും കാത്തിരിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവരോടും ബൈ.